പ്രിയരെ ചങ്കുകൾക്കെല്ലാം ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നൊരു വെറൈറ്റി ഐറ്റമാണ് നമ്മുടെ ഗ്രീൻ ചിക്കൻ, ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ. ആ സ്റ്റൈലിലുള്ളതാണ്. ഇതിനകത്ത് കൂടുതൽ ഐറ്റംസ് ഒന്നുമില്ല, സ്പൈസസ് ആയിട്ട് ചെറിയ ചെറിയ ഐറ്റംസേ ഉള്ളൂ. നമുക്കപ്പോൾ കാണാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരുപാട് പേര് കാണുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യുന്നില്ല. ഒരു സന്തോഷത്തിനൊന്ന് ഹെൽപ്പ് ചെയ്യും പ്ലീസ്. നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു പിടി മല്ലിയില, ഒരു 2 ഇതള് പുതിന, 12 വെളുത്തുള്ളി അല്ലി, പിന്നെ നമ്മുടെ ഇഞ്ചി 2 ഇഞ്ച്, ഒരു 12 പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം, പിന്നെ 2-2.5 ടേബിൾ സ്പൂൺ തൈര്. ചിക്കൻ കഴുകി മീഡിയം സൈസ് അല്ല, അതിലും ചെറുതായിട്ട് ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അതിനകത്ത് ഇതെല്ലാം മസാലയാക്കി നമുക്ക് ഒഴിക്കാം. നല്ല പേസ്റ്റായിട്ട് മിക്സിക്കകത്ത് അരച്ച്, വെള്ളമൊന്നും ചേർക്കാതെ തൈരിൻ്റെ കൂടെ അരച്ച് മിക്സ് ചെയ്ത് ഇതിനകത്ത് ചിക്കനകത്ത് ചേർത്തിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ നമ്മുടെ കുരുമുളകും, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത്, ഉപ്പും പിന്നെ 2-2.5 നാരങ്ങ നീരും കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുമോ, 5-6 മണിക്കൂർ വെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത്. ചിക്കൻ ഭയങ്കര സോഫ്റ്റ് ആവും. ഫ്രിഡ്ജിൽ വെക്കുമോ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് പിന്നെ നമുക്കൊരു ഉരുളി അങ്ങോട്ട് വെച്ച്, ഉരുളിക്കകത്ത് ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിനകത്ത് കുറച്ച് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്തതിന് ശേഷം 2 സവാള കൊച്ചായിട്ട് നമ്മുടെ ഓംലെറ്റിനൊക്കെ അരിയുന്ന കണക്ക് കൊച്ചായിട്ട് അരിഞ്ഞ് അതിനെ നമ്മൾ മൂപ്പിക്കണം. അപ്പം ഇതിനെ നല്ല ചുവന്ന കളറാവുന്നവരെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ചുമന്ന കളറ് ഒന്ന് ഉള്ളിയുടെ ശക്തിയൊക്കെ പോയി ചുമന്ന കളറായി മൂത്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ട് ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ മാക്സിമം തീ അങ്ങോട്ട് കൂട്ടി വെച്ച് ഒരു 3-4 മിനിറ്റ് നല്ലപോലെ വേവിക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങും. വെള്ളം ഇറങ്ങിയതിന് ശേഷം അടച്ച് വെച്ച് കുറച്ച് നേരം നല്ലപോലെ ഇളക്കി കൊടുത്ത് വേവിച്ച് വെള്ളത്തോടെ കിടക്കുമ്പോൾ അതിനെ തിളച്ച് അത് പറ്റിക്കണം. പറ്റിച്ചാലേ ഇത് കാണാൻ നല്ല ഭംഗിയും കാണത്തുള്ളൂ, ടേസ്റ്റും കാണത്തുള്ളൂ. പിന്നെ ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് മസാല വെന്ത് കഴിയുമ്പോഴത്തേനും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കലക്കി ഒഴിക്കണം. അല്ല ഉപ്പായിട്ടിടരുത്, ഉപ്പായിട്ടിട്ട് എങ്ങും പിടിക്കില്ല. ചെറിയ വെള്ളം കലക്കി ഒഴിക്കണം. ഇങ്ങനെ നല്ല അടിപൊളി കളർഫുൾ ഐറ്റമാണ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ചെയ്ത് കഴിച്ചിട്ടുണ്ടാവും. എന്നാലും ഇത് വെറൈറ്റി ഐറ്റമാണ്. നിങ്ങൾ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞാൻ മുന്നേ പറയുന്ന പോലെ ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് പോകുന്ന ഒരു ലൈക്കോ കമൻറ്റോ ഒന്നും തരാറില്ല. തരുന്നവരുണ്ട്, തരുന്നവർക്കും എല്ലാവർക്കും നന്ദിയുണ്ട്, തരാത്തവർക്കും നന്ദിയുണ്ട്. എന്നാലും എല്ലാവരും തരണം, സപ്പോർട്ട് ചെയ്യണം. മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞതിൽ വെന്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരോട് ഒഴിച്ചാൽ ബെസ്റ്റ്. വേണമെന്നൊന്നുമില്ല, വേണമെങ്കിൽ ഒഴിക്കാം. ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ഒരു മല്ലിയിലയിട്ട് ഒരു 30 സെക്കൻഡ് ഇളക്കി നമുക്ക് പാത്രത്തിലോട്ട് വിളമ്പാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ എല്ലാം സൂപ്പറാണ്. സോഫ്റ്റാന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനൊരു പീസ് മുറിച്ച് കാണിച്ചു തരാം. ഭയങ്കര സോഫ്റ്റാണ് ഐറ്റം. അപ്പം എൻ്റെ ചങ്കുകൾ ഇതെല്ലാം ട്രൈ ചെയ്ത് ഇതിൻ്റെ കമൻറ്റ് പറയണം. എനിക്ക് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിനകത്ത് അഭിപ്രായം ഇടണം. ഞാൻ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ടൈമുള്ളവരൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് പറയണം. താങ്ക് യു.